പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നമ്പിയ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഊമ്പി എന്ന് സിമ്പിളായി പറയാവുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിന്റെ അമേരിക്കൻ സന്ദർശനമായിരുന്നു. മൈക്കൽ മാർട്ടിന്റെ ഒരു നിലപാട് വ്യക്തമാണ്. കാരണം അദ്ദേഹം ഈ ഗസ ഇസ്രായേൽ പ്രശ്നത്തിലൊക്കെ ഫലസ്തീൻ ഒരു പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രം ആകണമെന്ന് വാദിച്ച ആളാണ്. മിക്കപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ ഫലസ്തീനൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കണ്ണിലെ കരടാണ് ഈ മൈക്കൽ മാർട്ടിൻ. മിക്കപ്പോഴും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ മൈക്കൽ മാർട്ടിനെ ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല അയർലൻഡിലെ ഇസ്രായേലി എംബസി അടച്ചു ഇടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാവുകയും ചെയ്തിട്ടുണ്ട്. ആ മൈക്കൽ മാർട്ടിനാണ് ഇപ്പോൾ അമേരിക്ക സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർശന വേളയിൽ വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തിയ രണ്ടുപേരും കൂടി നടത്തിയ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു പത്രപ്രവർത്തകൻ ഈ മൈക്കൽ മാർട്ടിനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ചോദ്യം ഇതാണ്: ഡൊണാൾഡ് ട്രംപ് ഈ ഗസ ഏറ്റെടുത്ത് ട്രംപ് ഗസയാക്കി അവിടെ റിവേറയാക്കി ഒക്കെ മാറ്റുമെന്ന പ്രസ്താവന നടത്തുകയുണ്ടായല്ലോ. ആ പ്രസ്താവനയോട് ഈ മൈക്കൽ മാർട്ടിന്റെ നിലപാട് എന്താണ് എന്ന് പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി. പക്ഷെ ചോദ്യം മൈക്കൽ മാർട്ടിനോടായിരുന്നുവെങ്കിലും ഇടയ്ക്കു കയറി ഡൊണാൾഡ് ട്രംപ് ഉത്തരം പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഗസക്കാരെ അവിടെ നിന്ന് മാറ്റുന്ന യാതൊരു സമീപനവും അമേരിക്ക എന്നല്ല ലോകത്താരും നടത്തില്ല. മാത്രമല്ല തൻ്റെ പ്രസ്താവന വളച്ചൊടിക്കുകയായിരുന്നു, താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ പത്രപ്രവർത്തകരൊക്കെ നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഈ ഗസയെ ഒരു റിവേറയാക്കും, അവിടെ ഏറ്റെടുക്കുമെന്നുള്ള പ്രസ്താവനയെ വളച്ചൊടിക്കുകയായിരുന്നു, താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ഡൊണാൾഡ് ട്രംപ് ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ ലോകം ഒരു അത്ഭുത പരതന്ത്രരായ നോക്കുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് യൂട്ടേൺ അടിച്ചിരിക്കുന്നു. ഈ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം 8ാമത്തെയോ 9ാമത്തെയോ യൂട്ടേണാണ് അടിക്കുന്നത്. പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം യൂട്ടേൺ അടിച്ച് ഇപ്പോൾ ഗസയെ, അവിടുത്തെ ആളുകളെ ഒന്നും എവിടത്തേക്കും മാറ്റില്ല, അവിടെ തന്നെ നിലനിർത്തും എന്ന രീതിയിൽ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മളെ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന രീതിയിലായി. കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. നേരത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജനിക്കുന്നത് തന്നെ കാരണമായ ബ്രിട്ടൻ, അവർ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഗസയ്ക്കൊപ്പം ചേർന്ന് അല്ലെങ്കിൽ ഫലസ്തീനൊപ്പം ചേർന്ന് ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. അതുപോലെ ഫ്രാൻസ്, ജർമ്മനി, എല്ലാ രാജ്യങ്ങളുടെയും പ്രസ്താവനകൾ, ആ രാജ്യത്തെ രാഷ്ട്രത്തലവന്മാരുടെ പ്രസ്താവനകൾ ഇസ്രായേലിനെതിരെയാകുന്നുണ്ട്. മറ്റൊന്നുകൂടി, കാനഡയിൽ ഇപ്പോൾ പുതിയതായി അധികാരമേറ്റ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ഈ ഗസയിൽ വൈദ്യുതിയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്ന ഉപരോധങ്ങൾ, ആഹാരവും വെള്ളവും ഒക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്ന ഉപരോധങ്ങൾ വളരെ ക്രൂരമാണ്, അത് പുനഃസ്ഥാപിക്കണമെന്ന രീതിയിലൊക്കെ കാനഡയുടെ ഭാഗത്തു നിന്ന്, കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രസ്താവന ഉണ്ടായിരുന്നു. അതിനൊക്കെ എതിരെ നമ്മുടെ നാട്ടിലെ സംഗീത ചാനലുകളൊക്കെ ഇങ്ങനെ വിശകലനം ചെയ്തിരുന്നു. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെക്കുറിച്ച്, ഗസയിൽ പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളെക്കുറിച്ചൊന്നും പറയുന്നില്ല, വൈദ്യുതിയെ പറ്റിയാണ് പറയുന്നതെന്നൊക്കെ രീതിയിൽ നമ്മുടെ സംഗീത ചാനലുകളൊക്കെ കാനഡ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വിമർശിച്ചിരുന്നു. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ കടുത്ത എതിർപ്പ് നേരിടുന്നതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂട്ടേൺ അടിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. മറ്റൊന്നു കൂടിയുണ്ട്, ഈ പ്രസ്താവനയെ ഹമാസ് സ്വാഗതം ചെയ്യുന്നു എന്നാണ്. ഹമാസിന്റെ വക്താവ് ഹസീം കസീം പറയുന്നത്, ഈ ഗസയിൽ നിന്നുള്ള പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കലിനെ എതിർക്കുന്നതിനെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതെങ്കിൽ അതിനെ പൂർണ്ണമായും ഹാർദമായി തന്നെ എല്ലാ അർത്ഥത്തിലും ഹമാസ് സ്വാഗതം ചെയ്യുന്നു എന്ന ഒരു വാർത്ത കൂടി ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഹമാസുമായി ചർച്ച നടത്തുന്നു അമേരിക്ക. അതുപോലെ നേരത്തെ അമേരിക്കൻ പ്രതിനിധി പറഞ്ഞത് അമേരിക്ക ആരുടെയും ഏജന്റ് അല്ല, അമേരിക്കയാണ്, ഇസ്രായേലിന്റെ ഏജന്റ് അല്ല എന്നൊക്കെ രീതിയിൽ ഇസ്രായേലിനെ തള്ളുന്ന പ്രസ്താവനകളുമായി അമേരിക്ക മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നത് ഗസയിൽ നിന്ന് ഒരിക്കലും ഗസ നിവാസികളെ പുറന്തള്ളില്ല, അവരെ പുനരധിവസിപ്പിക്കുന്നത് ഏതെങ്കിലും രാജ്യത്തോട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ടല്ല എന്ന രീതിയിലൊക്കെ പ്രസ്താവന വരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ആശങ്കാജനകമല്ലാത്ത സംഭവ വികാസങ്ങളാണ് ലോകത്ത് സംഭവിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം വീണ്ടും ഉണ്ടായി എന്ന രീതിയിൽ, ബോംബാക്രമണം ഉണ്ടായി, വെടിനിർത്തലിന് ശേഷം ബോംബാക്രമണം ഉണ്ടായി എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ്. 8 ഫലസ്തീനികൾ ഈ ബോംബാക്രമണത്തിൽ മരിച്ചു എന്ന രീതിയിലും വാർത്തകൾ വരികയാണ്. അതായത് ഗസയെ സംബന്ധിച്ച് സമാധാനത്തിൻ്റെതായ ഒരു
രൂപരേഖ തയ്യാറാകുന്നതോടൊപ്പം തന്നെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഒരു പാത കൂടി സ്വീകരിക്കുന്നു എന്ന ഒരു വസ്തുത നിലനിൽക്കുകയാണ്. കാരണം ലോകരാഷ്ട്രങ്ങളൊക്കെ കൂടുതൽ ഫലസ്തീൻ അനുകൂലമായ സംഭവ വികാസങ്ങളിലേക്ക് നടന്നു പോകവേ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഒരു പാത സ്വീകരിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. തൽക്കാലം ഈ വാർത്താ അവലോകനമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.